കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്ത് കണ്ണ് നിനക്ക് പാപ ഹേതുവാണെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വലത്ത് കരം നിനക്ക് പാവഹേതുവാണെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗണിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. കർത്താവിന്റെ സുവിശേഷം. Praise the Lord. Praise the Lord. Hallelujah. 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 സജു കില്ലി കുടുംബം വരൂ. ഈ സഹോദരൻ നമ്മുടെ കില്ലിയെ ചേർന്നയുടെ അംഗമാണ്. ആദ്യം ക്രിസ്തുരാജ പള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, എങ്ങനെ പറയണം, എന്ത് പറയണം എന്നുള്ള ഒരു സങ്കടത്തോട് ഇവിടെ ക്രിസ്തുരാജ കാണുകയും എൻ്റെ അടുത്ത് സംസാരിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്ത് പിന്നീട് എപ്പോഴും ക്രിസ്തുരാജ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന വ്യക്തികളാണ് ഈ കുടുംബം. നമ്മള് സമ്മാനക്കുപ്പൻ വെച്ചല്ലോ, സമ്മാനക്കുപ്പൻ അതിൽ ഫസ്റ്റ് പ്രൈസ് ഈ സജു സഹോദരനും മക്കൾക്കും ആ സഹോദരിക്കും കഴിഞ്ഞ ആഴ്ച വന്നു. പക്ഷേ അപ്പോ എല്ലാവരും വന്നു അല്ലേ, കഴിഞ്ഞ ആഴ്ച എല്ലാവരും വന്നു. അപ്പൊ കൊടുക്കാൻ പറ്റാത്ത ആശയായി ഈ ആഴ്ച എങ്ങനെയായാലും കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വന്നു വീണ്ടും വേറെ ഒരു വ്യക്തികളോട് പള്ളിക്ക് വരണം, ആ വ്യക്തിയിലും അച്ഛനെ കാണണം എന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. നാളെ വരും. അങ്ങനെ ഇതുപോലെ ക്രിസ്തുരാജ എടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയതുപോലെ കിരുപ കിട്ടുമുള്ള അടിവരച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് വേറൊരു വ്യക്തിയും കൊണ്ടുവരുന്ന ഒരു മനസ്സ് ദൈവം ഈ സഹോദരനെ കാണിച്ചതുകൊണ്ട് അത്രമാത്രം ഈ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ദൈവം മാറ്റി ഇന്ന് നല്ല രീതിക്ക് കുഞ്ഞുങ്ങളോടും ഭാര്യയോടും ചേർന്ന് ജീവിക്കാനുള്ള നല്ല ഒരു അന്തരീക്ഷം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. സജയ്ക്ക്, മക്കൾക്ക്, ആ സഹോദരിക്ക്. ആ പ്രശ്നം ഇവനക്കും എനക്കും സഹോദരിക്കും ദൈവത്തിനും മാത്രം അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക, അത് എங்களுக்கு മാത്രമേ അറിയത്തുള്ളൂ, ഈശോയ്ക്ക് അറിയത്തുള്ളൂ. അങ്ങനെ കൃപ നൽകിയ ഈശോയ്ക്ക് ഈ സഹോദരനോട് ചേർന്ന് ക്രിസ്തുരാജാവ് നന്ദി അർപ്പിക്കാം. ദൈവം സമൃദ്ധമായി ഈ സമ്മാനക്കുപ്പല്ല ഫസ്റ്റ് പ്രൈസ് ആ ഗോൾഡ് കോയിൻ നേടിയെടുത്ത ആ സഹോദരനാണ്, ആ കുടുംബമാണ്. തുടർന്ന് ക്രിസ്തുരാജ നൽകിയ ദാനങ്ങളെയും കൃപകളെയും ഓർത്ത് നന്ദി അർപ്പിക്കണം. അതേപോലെ എങ്ങനെ നിങ്ങൾ എപ്പോഴും വരാറുണ്ടോ അതേപോലെ നിങ്ങൾ പോലെ മറ്റാൾക്കാരും ഇവിടെ വരാറുണ്ട്. ആ മക്കൾക്കും നിനക്ക് കിട്ടിയ കൃപ, അഭിഷേകം, ആരോഗ്യം, സൗഖ്യം എല്ലാം മറ്റ മക്കൾക്കും കിട്ടണമെന്ന് തുടർന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഉള്ള ഭക്തി, ആ തീക്ഷ്ണത വീണ്ടുമായി കൂടണം. നിനക്ക് കിട്ടിയതുപോലെ മറ്റവർക്കും നിനക്ക് ഗോൾഡ് കൈൻ കിട്ടി, അഭിഷേകം കിട്ടി, മറ്റാൾക്കാർക്ക് കൃപ കിട്ടണം, അഭിഷേകം കിട്ടണം, ആശീർവാദം കിട്ടണം എന്നുള്ള ഒരു അവസരം ദൈവം ഇവർക്ക് ഉണ്ടാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന തുടർന്ന് പ്രാർത്ഥിക്കണം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. God bless you, God bless you, God bless you. കാണിച്ചിക്കോ. God bless you, God bless you, God bless you, my dear. God bless you, God bless you, God bless you, God bless you. ഇതന്നെ എനിക്കുതാ. God bless you. ഈ സമ്മാനത്തിന് വേണ്ടിதான் കൂപ്പൺ മേടിക്കുന്ന ഓരോ വ്യക്തിയും എനിക്ക് ഗോൾഡ് കാൻ കിട്ടും, എനിക്ക് ഗോൾഡ് കാൻ കിട്ടും. ചില ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അച്ഛാ ഗോൾഡ് കാൻ കിട്ടിയ അച്ഛൻ പള്ളിപ്പണിക്ക് വെച്ച്. എന്തുകൊണ്ടറിയോ?
അങ്ങനെ പറയുന്ന വ്യക്തി ബോർഡർ കേസിന് അർത്ഥം. അങ്ങനെ പറയുന്ന വ്യക്തി ബോർഡർ കേസിന്. ഏതിൽ ബോർഡർ കേസ്? വിശ്വാസത്തിൽ ബോർഡർ കേസ്. ആൾറെഡി നീ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടത്തില്ല, എന്നെ എനിക്ക് കിട്ടിയാൽ പള്ളിക്ക് തരാൻ എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അതാ ഉള്ളർത്ഥം. അർത്ഥം അതാണ്. അർത്ഥം അതാണ്. എനിക്ക് കിട്ടിയാൽ കിട്ടൂലെന്ന് ഉനക്ക് ഉറപ്പുണ്ട്. അപ്പൊ നീ ആൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് കിട്ടത്തില്ല എന്നുള്ള ഉറപ്പ് തീരുമാനിച്ചത് കൊണ്ട് കിട്ടിയാൽ ഞാൻ പള്ളിക്ക് തരാം എന്ന്. കിട്ടിയ ശേഷം മനസ്സിലാവും ഞാൻ പള്ളിക്ക് തരൂല്ല, ചുമ്മാ വെറുതെ പറഞ്ഞു, അങ്ങനെ മനസ്സ് വരും. പക്ഷേ അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് ആർക്കും വീഴ്ന്നിട്ടില്ല. ഇങ്ങനെ സജീവൻ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ വീഴുന്നു. ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് 1.5 ലക്ഷത്തേക്ക് ഞാൻ തന്നെ ടിക്കറ്റ് വെച്ചു. ഈ 1.5 ലക്ഷം ടിക്കറ്റ് എന്റെ ആൾക്കാർ യാറും ഒരുപാട് ആൾക്കാർ പറഞ്ഞ അച്ഛൻ പള്ളിക്ക് എടുക്ക് ആണ് പറയുന്നത്. പറഞ്ഞ വ്യക്തി ഒരു വ്യക്തിയുടെ ഈ ഗോൾഡ് കോയിൻ അടിച്ചിട്ടില്ല. മറ്റ ആലിസ് മറ്റതെല്ലാം കിട്ടി. അത് എനിക്ക് ആൾക്കാർ അച്ഛൻ ആലിസ് കുടിച്ചിട്ട് നല്ല വണ്ണം വയ്ക്കണേ, അങ്ങനെ ആൾക്കാര് കിട്ടിയ ഗിഫ്റ്റെല്ലാം എനിക്ക് തന്നു. ചിലത് ടീഷർട്ട് അതുപോലെ ലേലം ഇടാൻ പോവാ. അങ്ങനെ തിന്നാനുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടി. ആലിക്സ് അങ്ങനെയല്ല. ദൈവം സമത്വമായി അനുകരിക്കട്ടെ നിങ്ങൾ എല്ലാവരെയും. കടലാസ് സാക്ഷി ഒരുപാട് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കൊണ്ടുവന്ന് ഞാൻ ഒരു 11th പഠിക്കുന്ന പെൺകുട്ടി എഴുതിയ സാക്ഷ്യമാണ്. ക്രിസ്തു രാജാവിനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ജൂൺ 2-ാം തീയതി എന്റെ +1 റിസൾട്ട് വന്നിരുന്നു. ക്രിസ്തു രാജാവിനോടും അമ്മ മാതാവിനോടും എന്റെ ആഗ്രഹം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്ന മാർക്ക് എനിക്ക് നേടാൻ സാധിച്ചു. 520 515 വേണമെന്ന് പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതിയുടനെ പെട്ടിയിൽ ഞാൻ എഴുതിയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അധികമായി ദൈവം നൽകി. അത് ഒരു അത്ഭുതം. രണ്ടാമതായി എന്റെ അനുജത്തി സ്നേഹയ്ക്ക് പെട്ടെന്ന് വയറുവേദനയും, ഇതും സൂപ്പർ, പെട്ടെന്ന് വയറുവേദന സൂപ്പറില്ല, അത്ഭുതം. വയറുവേദനയും സൂപ്പർ എന്ന് പറഞ്ഞത് ഞാറായി മന്ദബുദ്ധി അച്ഛൻ. വയറുവേദന സൂപ്പറില്ല, ഈ അത്ഭുതം സൂപ്പർ. വയറുവേദനയും കാലും ചുണ്ടും തടിക്കുകയും ചൊരിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്തു. അതുമൊന്നും എന്താണെന്ന് രോഗം എന്ന് തിരിച്ച് അറിയാനായി കഴിഞ്ഞില്ല. രോഗം പിന്നീട് കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവളെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞു. അവർ ആദ്യം പരിശോധിച്ചപ്പോൾ കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട്. CT സ്കാൻ എടുത്താൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായി CT സ്കാൻ എടുത്തു. അമ്മ മാതാവിനോടും ക്രിസ്തു രാജാവിന്റെയും 1000 അനുഗ്രഹം കാരണം CT സ്കാനിൽ കിഡ്നിക്ക് സാരമായ കുഴപ്പങ്ങളില്ലെന്നും വെള്ളം കുടിച്ചാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ എന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയും ക്രിസ്തു രാജാവിനും കൂടി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കോടാനുകോടി നന്ദി. ഇങ്ങനെ പറഞ്ഞ് എഴുതിയത് സാക്ഷ്യം സംഗീത 47:1. സിമ്പിൾ ഫെയ്ത്ത് ആണ്. വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്. CT സ്കാൻ എടുക്കുന്നു, ഇതെടുക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ പ്രശ്നങ്ങൾ, ഓപ്പറേഷൻ ഇതെല്ലാം പോയാൽ എന്താവും എന്നുള്ള കരച്ചൽ. അപ്പൊ ആ 2 കുട്ടികളും
ഈ ഉണക്ക പോലെ இருக்கும், ഭയങ്കര ഉണക്ക. ഇപ്പൊ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച വന്ന് ഇത് ഞാൻ പറയുമെന്ന് കഴിഞ്ഞ ആഴ്ച വന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛാ എന്റെ സാക്ഷ്യം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ആഴ്ച അച്ഛൻ പറയും, ലൈവിൽ നിന്ന് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് പോയ ആ പെൺകുട്ടികളാണ്. ക്രിസ്തു രാജാവും അമ്മ മാതാവും ഈ പെൺകുട്ടികൾ പ്രത്യേകം ഇവിടുത്തെ കുട്ടിക്കും എപ്പോഴും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഡെയിലി സ്കൂളിൽ പോകുമ്പോ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. എനിക്ക് എങ്ങനെയാളും ഞാൻ ആഗ്രഹിച്ച കാട്ടിലും ആഗ്രഹിച്ചത് കിട്ടണമെന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഒരു സാക്ഷ്യമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. കിട്ടിയാൽ അച്ഛൻ പള്ളിക്ക് വെച്ചു, അത് ബാർഡർ കേസ്. ചില ആൾക്കാർ പറയും, അച്ഛാ ഞാൻ ഒരു ഗ്ലാസ് ബീർ കുടിച്ചോട്ടെ, കുടിക്കാൻ തെറ്റാണോ, കുടിച്ച തെറ്റാണോ, അങ്ങനെ പറയും. അത് ബാർഡർ കേസ്. ഈശോ പറയുന്നത് യെസ് ആർ നോ. ഒരു ഗ്ലാസ് കുടിച്ചോടാ എന്ന് പറയൂല. ഇവിടെ നിക്ക്, ഇല്ലെങ്കിൽ അവിടെ നിക്ക്. ഇതാ ഈശോയുടെ ഉത്തരവ്. ഒരു ഗ്ലാസ് കുടിച്ചോട്ടെ, ഒരു ബാട്ടിൽ കുടിച്ചോട്ടെ, ഇങ്ങനെ പറയുന്ന ആൾക്കാര്, ഇപ്പൊ കഴിക്കുന്നു വേണ്ട ഇങ്ങനെ പറയുന്ന ആൾക്കാര്, ഇതെല്ലാം ബാർഡർ കേസ്. അതുപോലെ ഒരുപാട് ബാർഡർ കേസ് ഉള്ളത് കൊണ്ടുதான் നമുക്ക് അത്ഭുതം നടക്കുന്നുണ്ട്. റിയൽ ഫെയ്ത്ത്, അടിയുറച്ച വിശ്വാസം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ പെട്ടെന്ന് അത്ഭുതം സംഭവിക്കുന്നത്. ആലപ്പുഴ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് അത്ഭുതം നടക്കുന്നുണ്ട്. പ്രാർത്ഥന ചൈതന്യവും വിശ്വാസം ആഴമുള്ള വ്യക്തിയിൽ മാത്രമേ ഇങ്ങനെ അത്ഭുതം നടക്കുന്നത്. അപ്പൊ ചിന്തിക്കും, എത്ര മാത്രം എന്റെ വിശ്വാസം വില ഉള്ളത്, ആഴമുള്ളത്. ചിന്തിക്കും, ആഴമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം നടക്കും. വിലവുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം നടക്കും. മഹത്വമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം നടക്കും, അതിശയം നടക്കും. വലിയ ഒരു ചോദ്യം, എന്റെ വിശ്വാസം എങ്ങനെ? ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് രണ്ട് കരങ്ങളെയും സരസിൽ വെച്ചുകൊണ്ട്, ദൈവമേ എല്ലാ മക്കൾക്കും നീ ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളെയും വാരിക്കോരി കൊടുക്കുന്നു. ഞാനും ഓരോ പ്രാവശ്യം നീ ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു, പക്ഷെ എനിക്ക് സാധിച്ചു കിട്ടുന്നില്ല. ഞാൻ എന്റെ വിശ്വാസം എങ്ങനെയാണ്? ഞാൻ ബാർഡർ കേസാണോ, ടക്ക കേസാണോ, പകുതി കേസാണോ, പകുതി വിശ്വാസമുള്ള വ്യക്തിയാണോ? അത് ഓർത്തുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. സംഗീതം 47:1. God bless you, God bless you, God bless you, my people. വട്ടവലി ഈശോയെ രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈശോയെ പിതാവിന്റെ പുത്രന്റെ നാമത്തിൽ ആമേൻ.